ഈശോയിൽ സ്നേഹമുള്ളവരെ, പരിശുദ്ധ അമ്മ കഞ്ചിക്കോട്ടെ കൊച്ചുറാണിക്ക് ഒരുപാട് സന്ദേശങ്ങൾ നൽകുകയുണ്ടായി. അതിൽ ഒരു സന്ദേശത്തെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന പരിശുദ്ധ അമ്മയുടെ ഈ ചിത്രത്തെക്കുറിച്ച് അമ്മ കൊച്ചുറാണിയോട് പറഞ്ഞത് നമ്മൾ ശ്രദ്ധയോടെ കേൾക്കേണ്ട ഒന്നാണ്. ഒരു കാര്യം പരിശുദ്ധ അമ്മ പ്രത്യേകം പറയുന്നുണ്ട്. ഈ ചിത്രവും സന്ദേശവും പ്രചരിപ്പിക്കുന്നവരെയും അവരുടെ ജീവിത സാഹചര്യങ്ങളെയും ഞാൻ യേശുവിൻ്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയ്ക്കുമെന്ന്. അതിനാൽ ഈ ഒരു കൊച്ചു മെസ്സേജ് നിങ്ങൾ ശ്രദ്ധയോടെ കേട്ട ശേഷം മറ്റുള്ളവരിലേക്ക് അത് എത്തിക്കുക. അമ്മ പറഞ്ഞത് ഇപ്രകാരമായിരുന്നു: ഭൂമിയെ പ്രതിനിധീകരിക്കുന്ന വലിയൊരു ഭൂഗോളം. ഈ ഭൂഗോളത്തിൻ്റെ 4/3 ഭാഗത്തെ ഒരു സർപ്പം ചുറ്റിയിരിക്കുന്നു. ബാക്കി 4/1 ഭാഗം വിഴുങ്ങാൻ സർപ്പം വാ പിളർന്ന് നിൽക്കുന്നു. തീയും പുകയും പൊടിയും കാറ്റും ഭീകര ശബ്ദങ്ങളും നിറഞ്ഞ അന്തരീക്ഷം. എങ്ങും അസമാധാനം. അപ്പോഴതാ ത്രിലോകരാജ്ഞിയായ പരിശുദ്ധ ദൈവമാതാവ് പിതാവായ ദൈവത്തിൻ്റെ ആശീർവാദ അനുഗ്രഹത്തോടെ പരിശുദ്ധാത്മ സഹായത്താൽ ലോകത്തെ രക്ഷിക്കാൻ 2 ദിവ്യ ആയുധങ്ങളുമായി കടന്നുവരുന്നു. മാലാഖമാർ വീണകളും തമ്പുരുകളും മീട്ടുന്നു. എളിമയുടെ പര്യായമായ അമ്മ ശാന്തതയും ഒപ്പം തീക്ഷ്ണതയുടെ ഗാംഭീര്യവും നിറഞ്ഞ മുഖഭാവത്തോടെ അറപ്പോടും വെറുപ്പോടും കൂടെ സാത്താനെ നോക്കുന്നു. അവൻ്റെ തലയെ ചവിട്ടി തകർക്കുന്നു. ഈ തകർക്കൽ സാധ്യമാകുന്നതിനെക്കുറിച്ച് മക്കളോട് പറയുന്നു. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ചിത്രത്തെക്കുറിച്ച് പരിശുദ്ധ അമ്മ നൽകിയ സന്ദേശമാണ് കേട്ടോ ഇത്. വീണ്ടും അമ്മ പറയുകയാണ്: മക്കളെ, എൻ്റെ വിമല ഹൃദയമാകുന്ന സക്രാരിയിൽ നിറഞ്ഞു നിൽക്കുന്ന പരിശുദ്ധ കുർബാനയുടെ ശക്തി വഴിയും അണുശക്തിയേക്കാൾ 10 മടങ്ങ് ശക്തിയുള്ള ജപമാല പ്രാർത്ഥന വഴിയും മാത്രമേ സാത്താൻ്റെ തല തകർക്കപ്പെടുകയുള്ളൂ. ശ്രദ്ധയോടെ കേൾക്കേണ്ട ഒന്നാണ്. അമ്മ സാത്താൻ്റെ തല തകർക്കപ്പെടാൻ നമുക്ക് നൽകുന്ന 2 ആയുധമാണ്. ഒന്നാമത്തെ ആയുധമാണ് പരിശുദ്ധ കുർബാന. 2ാമത്തെ ആയുധമാണ് ജപമാല. ജപമാല പ്രാർത്ഥനയെക്കുറിച്ച് അമ്മ പറഞ്ഞത് അണുശക്തിയേക്കാൾ 10 മടങ്ങ് ശക്തിയുള്ള ഒന്നാണ് ജപമാല പ്രാർത്ഥനയെന്ന്. ഈ 2 ആയുധങ്ങൾ വഴി മാത്രമേ നമുക്ക് സാത്താൻ്റെ തല തകർക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. മക്കളെ, ദിവ്യസക്രാരിയുടെ അരികിലേക്ക് ഓടി അണിയുവിൻ. തിരുമണിക്കൂർ ആരാധന നടത്തുവിൻ. പരിപൂർണമായ അനുതാപത്തോടും സ്നേഹത്തോടും ഭയഭക്തി ആദരവോടും കൂടെ സമർപ്പണം നടത്തി ബലിയർപ്പണം നടത്തുവിൻ. അതിൽ പങ്കുപറ്റുവിൻ. അത്ഭുതകരമായ ശക്തിയും ധൈര്യവും പകരുന്ന ദിവ്യകാരുണ്യനാഥൻ്റെ ഹൃദയ സക്രാരിയിൽ നിങ്ങളുടെ സ്നേഹത്തിൻ്റെ ഒരു തുള്ളി പകരാൻ തൽപരരാകുവിൻ. അനേകം ദൈവദോഷങ്ങളെ അത് ശമിപ്പിക്കും. എൻ്റെ നിർമ്മലമായ ഉദരത്തിലായിരുന്നപ്പോൾ മുതൽ ദിവ്യകാരുണ്യത്തിൻ്റെ ജീവിതത്തിലുടനീളവും ഉത്ഥാനാനന്തരം മഹിമ പ്രതാപത്തോടുകൂടെ ദർശിച്ചപ്പോൾ വരെയും ഇപ്പോൾ നിരന്തരവും ഈ അമ്മ അവിടുത്തെ ആരാധിക്കുന്നു. യേശുവിനോടും അവിടുത്തെ തിരുഹൃദയത്തോടും യോജിച്ച് വിശുദ്ധ കുർബാനയിലെ കാരുണ്യവുമായി ഗാഢബന്ധം പുലർത്തി വിമല ഹൃദയമാകുന്ന സക്രാരിക്ക് ചുറ്റും നിങ്ങളുടെ ജീവിത ചക്രം തിരിക്കാൻ ഈ അമ്മയെ അനുവദിക്കുക. തീക്ഷ്ണതയോടെ ജപമാല ചൊല്ലുക. തീർച്ചയായും സാത്താൻ്റെ തല തകർക്കപ്പെടും. മക്കളെ, ദിവ്യകാരുണ്യത്തിൻ്റെ അമ്മയായ ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തരുന്നു, വിമല ഹൃദയ വിജയം സാധ്യമാക്കേണ്ട സമയമായി. ഇരുണ്ട മേഘങ്ങളെ തൂത്തെറിയാൻ സകല ഹൃദയങ്ങളെയും കുടുംബങ്ങളെയും സമുദായങ്ങളെയും ലോക സംവിധാനത്തെ തന്നെ മാറ്റിമറിക്കാൻ ദിവ്യകാരുണ്യനാഥനോട് ചേർന്ന് ബലിയർപ്പണം വഴി ജപമാല വഴി നമുക്ക് ഒന്നിച്ചു പോരാടാം. തികച്ചും നവീനവും സമാധാനപരവുമായ ഭൗമിക പറുദീസായുടെ അനുഭവത്തിൽ പ്രവേശിക്കാൻ വിശ്വസ്തരായ മക്കൾക്ക് സാധിക്കും. അതിനാൽ ദിവ്യസക്രാരിയുടെയും അൾത്താരയുടെയും അരികിൽ സന്നിഹിതയാകുന്ന ദിവ്യകാരുണ്യ മാതാവിനെ ശ്രവിക്കൂ, അനുസരിക്കൂ. എന്നിട്ട് അമ്മ ഓർമ്മിപ്പിക്കുകയാണ്, ഈ ചിത്രവും സന്ദേശവും
പ്രചരിപ്പിക്കുന്നവരെയും അവരുടെ ജീവിത സാഹചര്യങ്ങളെയും ഞാൻ യേശുവിൻ്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയ്ക്കും. ഇത് സ്ഥാപിക്കുന്ന ഇടങ്ങൾ, സന്ദേശം ഉൾക്കൊള്ളുന്നവർ അനുഗ്രഹിക്കപ്പെടും. മക്കളെ, ദിവ്യകാരുണ്യനാഥനായി ഹോമിക്കപ്പെട്ട ബലിവസ്തുവായി കഴിയുന്ന യേശുവിനോട് ചേർന്ന് ഈ അമ്മയും നിങ്ങളെ ആശീർവദിക്കുന്നു. കാരുണ്യത്തിൻ്റെ സക്രാരികളായി പുതിയ ആകാശവും പുതിയ ഭൂമിയും സംജാതമാകുവാൻ പ്രാർത്ഥനയിലും വിശുദ്ധിയിലും മുന്നേറുവിൻ. ഈ സന്ദേശം നിങ്ങൾ കേട്ട് കഴിയുമ്പോൾ മറ്റുള്ളവരിലേക്ക് കൂടി അയച്ചു കൊടുക്കൂ. പരിശുദ്ധ അമ്മയുടെ ഈ ചിത്രം നിങ്ങൾ എവിടെയെങ്കിലും കാണുകയാണെങ്കിൽ മേടിക്കാൻ മറക്കണ്ട. വാങ്ങി വീട്ടിൽ സൂക്ഷിക്കൂ.